നല്ല പേര് അല്ല. നിങ്ങൾ പേര് വെക്കാൻ നമ്മളോട് അർത്ഥം ചോദിക്കുക. അത് നമ്മൾ ഏജൻസികളൊന്നുമല്ല. പൊതുവേ ഞാൻ വാട്സാപ്പിൽ കുറെ എന്തെങ്കിലും ചോദ്യങ്ങൾ വരാറുണ്ട്. ആരെങ്കിലും പേരിന്റെ അർത്ഥം ചോദിച്ചാൽ ഒരു മറുപടിയില്ല. പിന്നെയും വരും, ഞാൻ മറുപടി പറയില്ല. ചിലപ്പോൾ നമുക്ക് അറിയുന്ന അർത്ഥമായിരിക്കും, ഞാൻ പറയില്ല. അവരെന്തോ നെറ്റിൽ നിന്ന് ഉപ്പാന്റെ പകുതി ഉമ്മാന്റെ പകുതി കൂട്ടിച്ചേർത്തിട്ട് ആ പേര് വെക്കുന്നത്. ഞാൻ പൊതുവെ പറയാറുണ്ട്, ഉമ്മാന്റെ പേര് മുഹമ്മദ്, ഉപ്പാന്റെ പേര് മുഹമ്മദ്, ഉമ്മാന്റെ പേര് സഫിയ. മുഹമ്മദും സഫിയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്തിട്ട് പേര് പറയാണ്. അപ്പൊ എന്ത് പറയും? സഫിയന്റെ സ്വാ എടുത്തു, മുഹമ്മദിന് മൂ എടുത്തു. അപ്പൊ ഗുഡാബ് പേര് സമൂസ എന്നായി. നല്ല പേരാണ്, തിന്നുന്ന സാധനമാണ്. അങ്ങനെ ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് പേര് പറയാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. പേര് നല്ല പേര് വെക്കണം. വടക്ക് പേര് വെച്ചാല് നാലാഖിറത്തിൽ കേടായിട്ട് മകൻ വരും. എന്റെ പേര് ശരിയായിട്ടില്ല. ഒരു കുട്ടിയുടെ പേര് അസമ്മ എന്നാണ്. എപ്പ പേര് ശരിക്കറിഞ്ഞത്? മദ്രസയിൽ ചേർക്കുമ്പോഴാണ്. മദ്രസയിൽ ചേർക്കുമ്പോ നല്ല വിവരമുള്ള ഉസ്താദാണ്. അപ്പൊ അസമ്മ എന്ന് പറഞ്ഞപ്പോ ചോദിച്ച് പേര് അങ്ങനെയാ? അങ്ങനെ ഉസ്താദെ, അല്ല അസമ്മ എന്ന് പേരുണ്ടാവില്ല. അല്ല അങ്ങനെ നല്ല പേര്. അപ്പോ അയാൾ ഗൾഫിലുണ്ട്, ഭർത്താവ് ഗൾഫിലുണ്ട്. അപ്പൊ ഭർത്താവിനോട് ഫോൺ വിളിച്ച് ചോദിച്ച് പേര് കിടാവിന്റെ തെറ്റ് വെച്ച് നിങ്ങൾ അന്ന് അസമ്മ ASAM അസം. നല്ല സുഖല്ലേ കേൾക്കാൻ? അത് ഇവിടെ അറബിയുടെ പേരാണ്. അറബികളുടെ പേര് അസമ്മ എന്നാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇല്ല, അങ്ങനെ പേരുണ്ടാക്കാൻ സാധ്യത കുറവ്. അസമ്മ എന്നാലും പേരുണ്ടാവില്ല. അസമ്മിന്റെ അർത്ഥം എന്ത്? അത് പറയാ പിന്നെ. അപ്പൊ അയാളുടെ അങ്ങാടിയില് ഒരു പണിക്കാരനുണ്ടായിരുന്നു, ബംഗാളി. അയാളുടെ പേര് അസമ്മ എന്നാണ് ഈ ചങ്ങായി പറയുന്നത്. അപ്പൊ അവനോട് ചോദിച്ച്, അല്ല നിന്റെ പേരെന്തടോ? എന്റെ പേര് ഇങ്ങനെ. അല്ല കഫീൽ വന്നിട്ട് നിന്നെ വിളിക്കുന്നേ അത് അസമ്മെന്ന്. അതെന്താ അങ്ങനെ വിളിക്കുന്നത്? യാ പൊട്ടാന്നാണ് അതിന്റെ അർത്ഥം. എന്നെ കഫീൽ വന്നിട്ട് യാ പൊട്ടാന്ന് വിളിക്കാറ്. പൊട്ടാൻ അറബിയിൽ പറഞ്ഞ അസമ്മ എന്നാണ്. അങ്ങനെ എന്നെ അറബി അങ്ങനെ വിളിക്കുന്നത് മോൻ വിചാരിച്ച നല്ല പേര്. അങ്ങനെ കൂടെ കുട്ടിക്ക് പൊട്ടാന്ന് പേര് വെച്ചത്. ഇവനാണ് ഏറ്റവും വലിയ പൊട്ടാനി. അത് ഒട്ടേറെ അർത്ഥമില്ലാത്ത പേര് വെക്കണ്ട, ഭയങ്കര അർത്ഥമുള്ള പേരും വേണ്ട. റഹ്മത്തി, ബറക്കത്തി, നാഫിഇ, അഫ്ലഇ, ഇത്രയും പേര് വെക്കൽ, ഇങ്ങനത്തെ പേര് വെക്കൽ കറാഹത്താണ്. നഫി ചെയ്യുമ്പോൾ അപശുഗുണം വരുന്നതായ പേര് വെക്കൽ കറാഹത്താണെന്നാണ് ബഹുമാനപ്പെട്ട, അഥവാ റഹ്മത്തില്ല എന്ന് പറയുന്നത് ഒരു അപശുഗുണല്ലേ, അപലക്ഷണല്ലേ. അപ്പൊ അങ്ങനത്തെ പേര് വെക്കണ്ട. ബറക്കത്ത് ഒരാൾക്ക് പേര് വെക്കാം, വേണ്ട അങ്ങനത്തെ പേരാണ്. അപ്പൊ നല്ല പേര് പറയും. അപ്പൊ ഞാൻ പറയും നല്ല പേര് തരൂല, മീഡിയം സൈസ്. നല്ല പേര് വെക്കാനും പാടില്ല, കറാഹത്താണ്. അപ്പൊ പേര് വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ 7ന്റെ അന്ന് മുടി കളയുന്ന വിഷയവും അറവിന്റെ വിഷയം. ചില ആൾക്കാർ ഒന്നാമത് കുട്ടി അർക്കലും മുടിന്റെ തൂക്കത്തിൽ സ്വർണമോ വെള്ളിയോ അതൊക്കെ ചെയ്യും, അതൊക്കെ ചെയ്യും. ബാക്കിയുള്ള ഒരു കുട്ടിക്കും ആ ഒരു സുന്നത്ത് ചെയ്യൂല. നാം ചെയ്യേണ്ടതായി ഒന്നാമത്തെ കാര്യം, കുഞ്ഞിക്ക് എന്താക്കാം? പേര് വെക്കാം. പേര് വെക്കാം. പൊതുവേ ഞാൻ വാട്സാപ്പിൽ കുറെ എന്തെങ്കിലും ചോദ്യങ്ങൾ വരാറുണ്ട്. ആരെങ്കിലും പേരിന്റെ അർത്ഥം ചോദിച്ചാൽ ഒരു മറുപടിയില്ല. പിന്നെയും വരും, ഞാൻ മറുപടി പറയില്ല. ചിലപ്പോ നമുക്ക് അറിയുന്ന അർത്ഥമായിരിക്കും, ഞാൻ പറയില്ല. അവരെന്തോ നെറ്റിൽ നിന്ന് ഉപ്പാന്റെ പകുതി ഉമ്മാന്റെ പകുതി കൂട്ടിച്ചേർത്തിട്ട് ആ പേര് വെക്കുന്നത്. ഞാൻ പൊതുവെ പറയാറുണ്ട്, ഉമ്മാന്റെ പേര് മുഹമ്മദ്, ഉപ്പാന്റെ പേര് മുഹമ്മദ്, ഉമ്മാന്റെ പേര് സഫിയ. മുഹമ്മദും സഫിയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്തിട്ട് പേര് പറയാണ്. അപ്പൊ എന്ത് പറയും? സഫിയന്റെ സ്വാ എടുത്തു, മുഹമ്മദിന് മൂ എടുത്തു. അപ്പൊ ഗുഡാബ് പേര് സമൂസ എന്നായി. നല്ല പേരാണ്, തിന്നുന്ന സാധനമാണ്. അങ്ങനെ ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് പേര് പറയാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. പേര് നല്ല പേര് വെക്കണം. വടക്ക് പേര് വെച്ചാല് നാലാഖിറത്തിൽ കേടായിട്ട് മകൻ വരും. എന്റെ പേര് ശരിയായിട്ടില്ല. ഒരു കുട്ടിയുടെ പേര് അസമ്മ എന്നാണ്. എപ്പ പേര് ശരിക്കറിഞ്ഞത്? മദ്രസയിൽ ചേർക്കുമ്പോഴാണ്. മദ്രസയിൽ ചേർക്കുമ്പോ നല്ല വിവരമുള്ള ഉസ്താദാണ്. അപ്പൊ അസമ്മ എന്ന് പറഞ്ഞപ്പോ ചോദിച്ച് പേര് അങ്ങനെയാ? അങ്ങനെ ഉസ്താദെ, അല്ല അസമ്മ എന്ന് പേരുണ്ടാവില്ല. അല്ല അങ്ങനെ നല്ല പേര്. അപ്പോ അയാൾ ഗൾഫിലുണ്ട്, ഭർത്താവ് ഗൾഫിലുണ്ട്. അപ്പൊ ഭർത്താവിനോട് ഫോൺ വിളിച്ച് ചോദിച്ച് പേര് കിടാവിന്റെ തെറ്റ് വെച്ച് നിങ്ങൾ അന്ന് അസമ്മ ASAM അസം. നല്ല സുഖല്ലേ കേൾക്കാൻ? അത് ഇവിടെ അറബിയുടെ പേരാണ്. അറബികളുടെ പേര് അസമ്മ എന്നാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇല്ല, അങ്ങനെ പേരുണ്ടാക്കാൻ സാധ്യത കുറവ്. അസമ്മ എന്നാലും പേരുണ്ടാവില്ല. അസമ്മിന്റെ അർത്ഥം എന്ത്? അത് പറയാ പിന്നെ. അപ്പൊ അയാളുടെ അങ്ങാടിയില് ഒരു പണിക്കാരനുണ്ടായിരുന്നു, ബംഗാളി. അയാളുടെ പേര് അസമ്മ എന്നാണ് ഈ ചങ്ങായി പറയുന്നത്. അപ്പൊ അവനോട് ചോദിച്ച്, അല്ല നിന്റെ പേരെന്തടോ? എന്റെ പേര് ഇങ്ങനെ. അല്ല കഫീൽ വന്നിട്ട് നിന്നെ വിളിക്കുന്നേ അത് അസമ്മെന്ന്. അതെന്താ അങ്ങനെ വിളിക്കുന്നത്? യാ പൊട്ടാന്നാണ് അതിന്റെ അർത്ഥം. എന്നെ കഫീൽ വന്നിട്ട് യാ പൊട്ടാന്ന് വിളിക്കാറ്. പൊട്ടാൻ അറബിയിൽ പറഞ്ഞ അസമ്മ എന്നാണ്. അങ്ങനെ എന്നെ അറബി അങ്ങനെ വിളിക്കുന്നത് മോൻ വിചാരിച്ച നല്ല പേര്. അങ്ങനെ കൂടെ കുട്ടിക്ക് പൊട്ടാന്ന് പേര് വെച്ചത്. ഇവനാണ് ഏറ്റവും വലിയ പൊട്ടാനി.
അതുകൊണ്ട് ഒട്ടേറെ അർത്ഥമില്ലാത്ത പേര് വെക്കണ്ട, ഭയങ്കര അർത്ഥമുള്ള പേരും വേണ്ട. റഹ്മത്തി, ബറക്കത്തി, നാഫിഇ, അഫ്ലഇ ഇത്രയും പേര് വെക്കൽ, ഇങ്ങനത്തെ പേര് വെക്കൽ കറാഹത്താണ്. നഫി ചെയ്യുമ്പോൾ അപശുഗുണം വരുന്നതായ പേര് വെക്കൽ കറാഹത്താണെന്നാണ് ബഹുമാനപ്പെട്ട, അഥവാ റഹ്മത്തില്ല എന്ന് പറയുന്നത് ഒരു അപശുഗുണല്ലേ, അപലക്ഷണല്ലേ. അപ്പൊ അങ്ങനത്തെ പേര് വെക്കണ്ട. ബറക്കത്ത് ഒരാൾക്ക് പേര് വെക്കാം, വേണ്ട അങ്ങനത്തെ പേരാണ്. അപ്പൊ നല്ല പേര് പറയും. അപ്പൊ ഞാൻ പറയും നല്ല പേര് തരൂല, മീഡിയം സൈസ്. നല്ല പേര് വെക്കാനും പാടില്ല, കറാഹത്താണ്. അപ്പൊ പേര് വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ 7ന്റെ അന്ന് മുടി കളയുന്ന വിഷയവും അറവിന്റെ വിഷയം. ചില ആൾക്കാർ ഒന്നാമത് കുട്ടികൾ അർക്കലും മുടിന്റെ തൂക്കത്തിൽ സ്വർണമോ വെള്ളിയോ സദഖ ചെയ്യൽ അതൊക്കെ ചെയ്യും. ബാക്കിയുള്ള ഒരു കുട്ടിക്കും ആ ഒരു സുന്നത്ത് ചെയ്യൂല. നാം ചെയ്യേണ്ടതായി ഒന്നാമത്തെ കാര്യം, കുഞ്ഞിക്ക് എന്താക്കാം, പേര് വെക്കാം. പേര് വെച്ചിട്ട് പിന്നെ